others can find healing in your wounds. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മുറിവിലൂടെ സൗഖ്യം വരും. സങ്കീർത്തനം 22 വാക്യം വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ്. 118 സങ്കീർത്തനം 22 വാക്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്, ആ പണിയിൽ ഉപയോഗിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അതിന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കല്ല് അതവിടെ കിടന്നു. വീടെല്ലാം പണിഞ്ഞു വന്നപ്പം ആ കെട്ടിടത്തിൻ്റെ മൂലക്കല്ലായിട്ട് ഏത് കല്ല് വന്നു? തള്ളിക്കളഞ്ഞ കല്ല് വന്നു. ഇത് പലപ്പോഴും ഇങ്ങനൊരു വാക്യ ബൈബിളിൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു വാക്യമായിട്ട് മാത്രം ഇരുന്നാൽ പോരാ, നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞെന്നിരിക്കും, എല്ലാവരും നമ്മളെ ഈ പറഞ്ഞ പോലെ ഒഴിവാക്കിയെന്നിരിക്കും. യു മൈറ്റ് ബി റിജക്റ്റഡ്, അല്ലേ, അബാൻഡൻഡ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ തള്ളിക്കളഞ്ഞ നമ്മളെ മൂലക്കല്ലാക്കി തീർക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. എത്ര പേർക്ക് അതിനൊരു സന്തോഷമുള്ളവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ്, എന്നെ ആർക്കും വേണ്ടായിരുന്നു, പക്ഷേ എന്നെ നീ അവിടെ നിന്ന് മാനിച്ചല്ലോ എന്ന് സാക്ഷ്യമുള്ളവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. റോമാലേഖനം 8-28 വാക്യം നമുക്ക് കാണാപ്പാഠമാണ്. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നും നാം അറിയുന്നു. അവിടെയും ആ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുമ്പം ഗോഡ് വർക്ക്സ് എവറിത്തിങ് ഫോർ ദ ഗുഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ദൈവം അത് നന്മയ്ക്കായി സകലത്തെയും കൂട്ടിയിണക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സകലവും ഈ പറഞ്ഞ പോലെ നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല, നമുക്കത് മനസ്സിലാവണമെന്നില്ല, നമുക്കത് നമ്മൾ ഉദ്ദേശിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ അതെല്ലാം കൂട്ടിയിണക്കി ഒടുവിൽ ഇറ്റ്സ് ഓൾ ഫോർ ദ ഗുഡ്, അത് നന്മയ്ക്കായിട്ട് അത് ദൈവം മാറ്റിയെടുക്കും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാം, കർത്താവേ എനിക്ക് എന്താണ് എൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ ഒടുവിൽ കർത്താവേ അതെല്ലാം നന്മയ്ക്കായിട്ട് അത് കൂട്ടിയിണക്കുവാൻ അങ്ങ് വിശ്വസ്തനായിരിക്കുക. സ്തോത്രം. മത്തായി സുവിശേഷത്തിൽ നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പം യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന പേരിലാണ് നമ്മൾ വായിക്കുന്നത്. യേശുവിൻ്റെ വംശാവലി, ദ ജീനിയോളജി ഓഫ് ജീസസ്. 4 സുവിശേഷങ്ങളിൽ 2 സുവിശേഷങ്ങളിൽ ഈ വംശാവലിയുണ്ട്. അതായത് ഒന്ന് ആദാം തൊട്ട് താഴോട്ട്, അല്ലേ, മറ്റൊന്ന് അബ്രഹാമിലോട്ട് ചെന്ന് നിൽക്കും. ഇങ്ങനെയാണ്. അപ്പം മത്തായി ഒരു നല്ല കറ തീർന്ന ഒരു യഹൂദനായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ വംശാവലി ഇങ്ങനെ താഴേന്ന് എഴുതിയപ്പം യേശുവിൻ്റെ അപ്പനായ യോസെഫ്, യോസെഫിൻ്റെ അപ്പൻ, അടുത്ത അപ്പൻ, ഇങ്ങനെ പറഞ്ഞ് അബ്രഹാമിൽ കൊണ്ട് കണക്ട് ചെയ്യണം. ഇതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. പക്ഷേ അവിടെ അദ്ദേഹം എഴുതി പോയപ്പം ആ ജീനിയോളജിയിലേക്ക് നമ്മൾ നോക്കിയാൽ അറിയാം, സാധാരണ ഈ വംശാവലി എഴുതുമ്പം മെയിൽ ഡോമിനേറ്റാണ്, പുരുഷ മേധാവിത്യം എന്ന് പറയും. പുരുഷന്മാർ ആരെ ജനിപ്പിച്ചു, പുരുഷൻ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി യഹൂദന്മാരുടെ ഇടയിലൊരു ഏർപ്പാടുണ്ട്. അവരുടെ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന എന്താണെന്നറിയാം? ദൈവമേ, നീ എന്നെ സ്ത്രീയായി ജനിപ്പിക്കാത്തതിനായിട്ട് നന്ദി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പുരുഷന്മാർ വല്ലതും ഉണ്ടോ? അതിനുണ്ടെ ഒന്ന് സൂക്ഷിക്കണം, അല്ലേ? അപ്പം അത്രയ്ക്ക് മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റി ആയിരുന്നു ആ ജൂയിഷ് സൊസൈറ്റി. അപ്പം അവിടെ അങ്ങനെയുള്ളൊരു വംശാവലിയിലാണ്, യേശുവിൻ്റെ വംശാവലിയിൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ചില ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ ആ വംശാവലിയിൽ വന്ന് പെട്ടു, അല്ലേ? അപ്പം അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഈ സുവിശേഷ സന്ദേശം ഇറ്റ്സ് എ മെസ്സേജ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ ഒരു സന്ദേശമാണ്, വീണ്ടെടുപ്പിൻ്റെ സന്ദേശം. 2, ഇറ്റ്സ് എ മെസ്സേജ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. 3, ഇറ്റ്സ് എ മെസ്സേജ് ഓഫ് ആക്സെപ്റ്റൻസ്, സകലരെയും അംഗീകരിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം എന്നുള്ള കാര്യം ഓർക്കുക. അത് ചരിത്രം മുഴുവൻ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് വ്യത്യസ്തമായ പുരുഷന്മാരായാലും സ്ത്രീകളായാലും, പക്ഷേ
അവർക്ക് ദൈവകൃപ ലഭിച്ചാൽ അവർ ഈ വംശാവലിയിൽ ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവ കുടുംബത്തിൽ നമ്മൾ ഉൾപ്പെടുന്നു. ഇവിടെയാണ് സാൽവേഷൻ ഈസ് ഫോർ എവ്രി വൺ. രക്ഷ എല്ലാവർക്കും. ആ വംശാവലിയിൽ ഒരുപാട് പേരുകളുണ്ട്. പക്ഷേ അവിടുത്തെ യഹൂദ പേരുകളല്ല ഇവിടെ പ്രസക്തം. ആ പേരുകൾക്കിടയിൽ ഒരു 5 സ്ത്രീകളുടെ പേരുണ്ട്. ആ 5 സ്ത്രീകൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സ്ത്രീകൾ, വെരി അൺലൈക്ലി പീപ്പിൾ, ഇൻക്ലൂഡിങ് ഔട്ട്കാസ്റ്റ് ആൻഡ് ഹാർലറ്റ്സ് ഓർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അതായത് ജീസസ് ഹീ സെലിബ്രേറ്റ്സ് ആൻഡ് ഹി ലവ്സ് ദി അൺലൈക്ലി പീപ്പിൾ. ഒട്ടും പ്രതീക്ഷിക്കാത്ത, ലോകം അവരെ ഒരിക്കലും കൂട്ടത്തില്ല, നമ്മളവരെ ശ്രദ്ധിക്കത്തുപോലുമില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ ജീസസ് സെലിബ്രേറ്റ് സച്ച് പീപ്പിൾ. അങ്ങനെയുള്ളവരെ അല്ലേ ശരിക്കും പറഞ്ഞാൽ യേശു കണ്ടെത്തുന്നത് മാത്രമല്ല, അവരെ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്ത് അവരെ കൊണ്ട് അവരെ ഉയർത്തുന്നു. അവർ അൺലൈക്ലി അവരെന്താണ്, അവർ ഹീറോസ് അല്ലെങ്കിൽ ഹീറോയിൻസായിട്ട് അവർ മാറുന്നു അല്ലേ. അങ്ങനെയുള്ള ചിലരുടെയാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ആളെ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 26-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 26-ാം വാക്യം. അവിടെ യൂദ പറയുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ മരുമകളെ പറ്റിയാണ്. യഹൂദ അവയെ അറിഞ്ഞു, അവൾ എന്നിലും നീതി ഉള്ളവൾ, ഞാൻ അവളെ എൻ്റെ മകൻ ശേലാവിന്. നല്ല നേരം നമ്മുടെ ഒന്നും കൂട്ടത്തിൽ പോയി ശേലാവെന്നുള്ള പേരില്ലാത്തതിനായിട്ട് കൊള്ളാം. കാരണം ആ മനുഷ്യന് 3 ആൺമക്കളായിരുന്നു. അപ്പം മൂത്തവൻ്റെ ഭാര്യയായിരുന്നു ഈ ആരാണ്, താമാർ. അവിടെ എഴുതിയിട്ടുണ്ട്, ആ ഭർത്താവ് ഒരു ദുഷ്ടനായതുകൊണ്ട് യഹോവ അവനെ കൊന്നു. ചേട്ടാ, ഒരു ദുഷ്ടൻ ഒഴിഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് എങ്കിൽ പിന്നെ M4 മാരിയിൽ പരസ്യം വിട്ട് വേറൊരുത്തനെ കെട്ടാമെന്ന് വിചാരിച്ചാൽ അവിടെ അങ്ങനെ പറ്റത്തില്ല. ഇവൻ അനിയനുണ്ടെങ്കിൽ അവനെ കെട്ടണം. അപ്പോൾ ഈ പെണ്ണും എന്ത് ചെയ്തു, ഈ 2ാമത്തെ അനിയനെ കെട്ടി. അവനും ദുഷ്ടനായതുകൊണ്ട് യഹോവ അവനെ കൊന്നു. ചേട്ടാ, ഇതെന്തൊരു കഷ്ടം! ഈ എന്തിനാ ഈ ദുഷ്ടന്മാർക്ക് ഇവളെ കെട്ടിച്ചു കൊടുക്കുന്നത്? അവസാനം 3ാമത്തെ ഒരു ദുഷ്ടനും കൂടെ ബാക്കിയുണ്ട്, അതാണ് ഈ പാർട്ടി. പക്ഷേ അമ്മായിയപ്പൻ അയാൾ ഇച്ചിരി ഫ്രോഡാണെന്ന് തോന്നുന്നു. അയാൾ എന്ത് ചെയ്തു, ഈ 3ാമത്തെ മോന് ഇവളെ കെട്ടിച്ച് കൊടുക്കുന്നില്ല. എന്തോ ഒരു കാര്യമുണ്ട്. ഇവൾ ആലോചിച്ചപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവക്ക് ഒരു മക്കളുണ്ടാവാതിരുന്നാൽ വംശം നിലനിർത്തണമല്ലോ. അവൾ അതിനൊരു ചെറിയൊരു കളി കളിച്ചു അല്ലേ. അതിന് സത്യം പറഞ്ഞാൽ അവൾ ചെയ്ത കാര്യങ്ങൾ നമുക്കിവിടെ പരസ്യമായിട്ട് പറയാൻ പോലും കൊള്ളത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്ത ഒരു സ്ത്രീ, അവളെപ്പറ്റി അവസാനം അവളെ ചതിച്ച ഈ അമ്മായിപ്പം പറയുക, അയ്യോ അവൾ എന്നിലും നീതിയുള്ള എന്ന് പറഞ്ഞ ഒരു താമാറിനെ എന്ത് ചെയ്തു. ഞാൻ എൻ്റെ കഥയിലേക്കൊന്നും ഞാൻ പോയില്ല. സംടൈംസ് ഓക്കെ റിമെമ്പർ യു മേ എക്സ്പീരിയൻസ് എ വിക്കഡ് ഹസ്ബൻഡ്. സൗരമാരെ, ഒരു ദുഷ്ടനായ ഭർത്താവായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കെട്ടിയവൻ. പക്ഷേ ഒരു ദുഷ്ടന് ഭാര്യയായി പോയെന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ കാര്യം തീർന്നില്ല. ദൈവം അവിടെയും നിങ്ങളെ കണ്ടിട്ടുണ്ട്. എത്ര പേർക്ക് അതിനൊരു ആമയം പറയാൻ പറ്റും അല്ലേ? ഇവിടെ ഇരുന്നോട് നിങ്ങൾ തിരിഞ്ഞൊന്നും നോക്കരുത് കേട്ടാ. ഇന്നെന്തായാലും ദൈവം എന്നോട് സംസാരിച്ചു, നിങ്ങളൊരു ദുഷ്ടനാണെന്ന് വചനത്തിൽ കൂടെ പാസ്റ്റർ എന്ത് ചെയ്തു പറഞ്ഞു. ചിലപ്പോൾ ഒരു വീട്ടിലൊരു ദുഷ്ടനായിരിക്കാം ഭർത്താവ് അല്ലേ, വിക്കറ്റ് ഹസ്ബൻഡ് ആയിരിക്കാം. മേ ബി ഹീ ഈസ് മിസ്ട്രീറ്റിങ് യു. ഒരുപക്ഷെ നിങ്ങളെ ഒത്തിരി മിസ്ട്രീറ്റ് ചെയ്യുന്ന ഭർത്താവായിരിക്കാം. ഒരുപക്ഷെ വീട്ടിൽ അമ്മായിയപ്പൻ ഈ പറഞ്ഞ പോലെ തരേണ്ടുന്ന സ്വത്ത് അല്ലെങ്കിൽ അർഹിക്കുന്ന സ്ഥാനം തരാതെ അല്ലേ, ഈ പറഞ്ഞ പോലെ അബാൻഡൻ ചെയ്യുക, നമ്മളെ തള്ളിക്കളയുന്ന ഒരു വീട്ടുകാർ. ചിലപ്പോൾ നിങ്ങളുടെ സ്വത്ത് തന്നില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞ ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ന്യായമായിട്ട് വരേണ്ടുന്ന നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്ക് വന്നില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾ വീട്ടിലൊരു അടിയന്തരം നടക്കുമ്പോൾ നിങ്ങളെ വിളിക്കുന്നില്ല, നിങ്ങളെ അറിയിക്കുന്ന പോലുമില്ല. ഇതൊക്കെ സാധാരണ ഞാൻ കേൾക്കുന്ന പരാതികളാണ്. പക്ഷേ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ആ സ്ത്രീ എന്ത് ചെയ്തു, ഷീ ഡിഡ് സം ക്വസ്റ്റ്യനബിൾ തിങ്സ്. ചോദ്യം ചെയ്യപ്പെടാവുന്ന ചില കാര്യങ്ങളാണ് അവൾ ചെയ്തത്. കാരണം അവൾ ചെയ്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരസ്യമായിട്ട് പറയാൻ കൊള്ളത്തില്ല. പക്ഷെ അത് ക്വസ്റ്റ്യനബിൾ ആണ്. പക്ഷേ ഓർത്തോണം, അവളുടെ ആ സാഹചര്യത്തിൽ അവൾ ചെയ്ത പ്രവൃത്തികൾ അത് ഇമ്മോറൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓർത്തോണം, അവൾ ചെയ്ത ആ സംഗതി അത്ര നല്ലതല്ലെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ അത് വചനത്തിൽ എഴുതി വയ്ക്കാൻ കൊള്ളുന്നതല്ല. പക്ഷേ അതെന്ത് ചെയ്തു എന്നുള്ളത് എഴുതിയിട്ടുമുണ്ട്. അവളുടെ പേരെവിടെ വന്നു, വംശാവലിയിൽ വരികയും ചെയ്തു. ഇനി അവൾക്കൊരു മാന്യത ദൈവം കൊടുത്തത്, യേശുവിൻ്റെ വംശാവലിയിലെ ആദ്യത്തെ സ്ത്രീയാണ് താമാർ. യേശുവിൻ്റെ വംശാവലിയിലെ ആദ്യത്തെ സ്ത്രീയുടെ പേരാണ്
താമാർ. അതിൻ്റെ അർത്ഥം അവൾക്കുണ്ടായ വേദന, അവൾക്കുണ്ടായ നഷ്ടം, അവൾ ചെയ്ത ആ പാപം, ഇതെല്ലാം അവളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ മെശിഹ വരുവാൻ കാരണമായി തീർന്നു. ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില തെറ്റുകളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കൊള്ളാത്ത കാര്യങ്ങൾ, പുറകോട്ട് നമുക്ക് ഒരിക്കലും ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ അതും നോക്കി ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടിയിലേക്ക് വരാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 31-ാം വാക്യം. ഹീബ്രൂസ് 11:31. എബ്രായ ലേഖനം 11-ാം അധ്യായം 31-ാം വാക്യം. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട്. നമ്മളായിരുന്നെങ്കിൽ എങ്ങനെ വിശ്വാസത്താൽ സിസ്റ്റർ രഹാബ്, മിനിമം അത്രയെങ്കിലും ഒന്ന് എഴുതണ്ടേ? വിശ്വാസത്താൽ രാഹാബ് സഹോദരി. പക്ഷെ എന്താണ് ഇവിടെ എബ്രായ ലേഖനാർത്ഥം എഴുതിയിരിക്കുന്നത്? വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ. ഞാൻ ചിലപ്പം ചിന്തിക്കും, അത് ഈസ് ഇറ്റ് ഫെയർ? അവളെ അപ്പോഴെങ്കിലും പറഞ്ഞപ്പോൾ അതങ്ങ് ഒഴിവാക്കിക്കോ, ആ വാക്കങ്ങ് ഒഴിവാക്കിക്കൂടെ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റുന്നില്ല. ഒരു പക്ഷേ എല്ലാവരും അവളെ അങ്ങനെ വിളിക്കട്ടെ. പക്ഷേ എന്തോ പറഞ്ഞേ, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ആരുടെ പേരുണ്ട്? അവളുടെ പേരുണ്ട്. നമ്മളെ ആരെന്തും വിളിക്കട്ടെ പ്രിയപ്പെട്ടു, നമ്മളെ എങ്ങനെയും ആരും കണക്കൂട്ടട്ടെ, എൻ്റെ നിങ്ങളുടെ പേരവിടെ ഉണ്ടോ? വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ പ്രിയപ്പെട്ടവരെ? അവൾ വേശ്യ ആയിക്കോട്ടെ, അവൾക്കിപ്പോഴും അതാ അവിടെ ലേബിള്. പക്ഷേ അവളെന്ത്, യാക്കോബിൻ്റെ ലേഖനം 2:25 അത് തന്നെ, യാക്കോബ് അത് തന്നെ എഴുതി. യാക്കോബ് 2:25 അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവർത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. കണ്ടോ? അപ്പം അവൾ നീതീകരിക്കപ്പെട്ടു. അവിടെ ലേബിള് വേശ്യെന്നാ, പക്ഷെ അവളൊരു നീതി പ്രവൃത്തി ചെയ്തു. പക്ഷെ അത് ദൈവം നീതിയായി കണക്കിട്ട് എന്ത് ചെയ്തു? അവൾ നീതീകരിക്കപ്പെട്ടു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഗോഡ് ക്യാൻ റിഡീം എനിവൺ ആൻഡ് എനിത്തിങ് ഫോർ ഹിസ് പർപ്പസ്. ദൈവത്തിന് തനിക്ക് വേണ്ടിയും തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയും ആരെയും വീണ്ടെടുക്കുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ ദൈവം വീണ്ടെടുക്കുവാൻ ദൈവത്തിന് മനസ്സായി. ആരെ? എല്ലാവരും വേശ്യയെന്ന് വിളിച്ച ഈ രഹാബിനെ ദൈവം വീണ്ടെടുത്തു. തൻ്റെ പദ്ധതികൾക്കായി, തനിക്കായി, തൻ്റെ മകൻ എൻ്റെ വംശാവലിയിൽ ഈ സഹോദരിയുടെ പേരും ഉൾപ്പെടുത്തുവാൻ ദൈവത്തിന് മനസ്സായി. നമ്മുടെ കുടുംബത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പതുക്കെ അവരെ എന്ത് ചെയ്യും? അവരുടെ പേര് പറയത്തില്ല. വിൽ ട്രൈ ടു അവോയ്ഡ് ദം. പക്ഷേ എൻ്റെ ദൈവം അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നില്ല. അവരുടെ പേര് ഒഴിവാക്കുകയല്ല, ഓർത്തെടുത്ത് കൊണ്ട് അവിടെ എഴുതി. എവിടെ എഴുതി? പ്രധാനപ്പെട്ട ഒരു വംശാവലിയിൽ ആ പേരെഴുതി. ആ പറഞ്ഞ ആരുടെ പേരവിടെ എഴുതി. മൂന്നാമത്തത് നമുക്കറിയാം, ആരായിരുന്നറിയാമോ? രൂത്ത്. രൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഇന്നിപ്പോൾ എല്ലാ പാസ്റ്റർമാരുടെയും ഒരു മോളുടെ പേരെന്തുമായിരിക്കും? രൂത്ത്. രണ്ടാമത്തെ മോള് ഫേബ, മൂന്നാമത്തെ മോള് അല്ലേ. ഇന്ന് രൂത്ത് വലിയ സെലിബ്രേറ്റഡ് നെയിമാണ്. പക്ഷേ അന്ന് രൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു മോവായിറ്റ് അല്ലേ, ഒരു മോവാബ്യ പേരാ. മോവാബ്യരായിട്ട് ഒരു പരിപാടിയും പറ്റത്തില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു ജാതീയ കുടുംബത്തിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയാണ് അല്ലേ ആ രൂത്ത്. അവളെന്ത് ചെയ്തു? അവൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഭർത്താവിനെ കിട്ടി, പക്ഷേ മരിച്ചുപോയി. അമ്മായിമ്മ നല്ല സ്ത്രീയായിരുന്നു. അവർ തിരിച്ചവരുടെ നാട്ടിൽ പോവാ. മോളെ വിളിച്ച് പറഞ്ഞു, മോളെ ഞാൻ പോണ്, ഓക്കെ നിനക്ക് വരണമെങ്കിൽ വരാം, പക്ഷെ നീ വന്നിട്ട് ഒരു കാര്യമില്ല, കാരണം നിനക്ക് അവിടെ ആരും ഇല്ല അല്ലേ. നിൻ്റെ വീട്ടുകാർ ഇവിടെയുണ്ട്, നിനക്ക് പ്രായമൊന്നും ആയിട്ടില്ല, നിൻ്റെ വീട്ടുകാർ നിന്നെ നോക്കിക്കൊള്ളു. അതുകൊണ്ട് എന്ത് ചെയ്തു? തിരിച്ചു പൊയ്ക്കോ. ഇഫ് ഗിവൺ എ ചോയ്സ് ടു റിട്ടേൺ ടു അവർ ഫാമിലീസ്, നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പോകാനൊരു ഓപ്ഷൻ തന്നാൽ നമ്മൾ പോവുകയോ ഇല്ലയോ? അവൾ 2 വട്ടം അവൾ പോണ്ടിയോളാണ്. കാരണം അവളുടെ അപ്പനും അമ്മയുണ്ട്, അവളുടെ സഹോദരങ്ങളുണ്ട്, അവൾ പഠിച്ച സ്ഥലം എവിടെയാണ്, അവളുടെ എല്ലാവരും ഉണ്ട് അല്ലേ. അവൾ സന്തോഷത്തോടെ അവൾ പോകണം. പക്ഷേ അവളുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അവളെന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്? ഇത് കേൾക്കാൻ കാത്തിരുന്നു. അവൾ ചെന്ന് കെട്ടിപ്പിടിച്ച അമ്മായിയമ്മേ, അയ്യോ ആ കെട്ടിപ്പിടിച്ച് ആ കരയുന്ന രംഗമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ആ കണ്ണീരൊക്കെ വരുന്ന രംഗം, ഈ പൂങ്കണ്ണീരൊക്കെ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലേ, അഭിനയിക്കാൻ ഓർഫയെ പോലെ മിടുക്കര്. നമ്മൾ മോശമൊന്നുമല്ല. അയ്യോ
ആ ഓർഫ ആ നവോമിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കരഞ്ഞ് പിരിഞ്ഞു പോകുന്ന രംഗം കണ്ടവരൊക്കെ എന്തു പറഞ്ഞു കാണും? അയ്യോ, ആ അമ്മ എന്തൊരു ഇഷ്ടമായിരുന്നല്ലേ. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തല്ല ഇഷ്ടം കാണിക്കേണ്ടത്, റൂത്തിനെ പോലെ ഇഷ്ടം കാണിക്കണം. എങ്ങനെ ഇഷ്ടം കാണിച്ചു? നീ പോകുന്നിടത്ത് ഞാൻ വരും, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവൾ അൺസർട്ടനിറ്റി, അനിശ്ചിതത്വത്തിലേക്ക് അവൾ എന്ത് ചെയ്തു? അവൾ കാലുകൾ എടുത്ത് വെച്ചു വന്നു, അല്ലേ? അവൾ അൺസർട്ടനിറ്റി ഓഫ് എ ന്യൂ ലാൻഡ്, ഒരു പുതിയ സ്ഥലം അവൾക്കറിയത്തില്ല. ഈ ബത്ലഹേം എന്ന് പറഞ്ഞാൽ അവൾക്കറിയുന്ന സ്ഥലമൊന്നുമല്ല. അവിടെ ന്യൂ പീപ്പിൾ, വ്യത്യസ്തരായ ആൾക്കാർ, ന്യൂ കൾച്ചർ, എല്ലാം മൊത്തത്തിൽ വ്യത്യാസമാണ്. പക്ഷെ എന്ത് ചെയ്തു? അവൾ ഈ അമ്മായിമ്മയുടെ കൂടെ ഇങ്ങനെ പോന്നു. അങ്ങനൊരു തീരുമാനമെടുത്തു വന്നു. എന്തു പറ്റി? അവൾ വന്നെടുത്ത് ദൈവം അവളെ മാനിച്ചു, അല്ലേ? അവൾ ആരായിത്തീർന്നു? ദാവീദ് രാജാവിൻ്റെ വലിയ വല്യമ്മച്ചിയായിട്ട് അവൾ മാറി. ആലോചിക്കുക, ദൈവം എത്ര അതിശയകരമായി ഒരു ജാതീയ പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവളെയും തൻ്റെ വംശാവലിയിൽ എഴുതി ചേർത്തു. ഇനി നാലാമത്തെ ഒരു പാർട്ടിയുണ്ട്. ഈ പാർട്ടിയെ കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വില്ലത്തിയാന്ന് തോന്നും. എന്താണ്? ബാത്ശബ, ദ വൈഫ് ഓഫ് സമ്മൺ എൽസ്. ദാവീദിൻ്റെ ഭാര്യയെന്ന് ബൈബിൾ പോലും പറയുന്നില്ല. അതറിയാമോ? ദാവീദിനെ പറ്റി എഴുതിയിരിക്കുമ്പം ദാവീദിന് ഊര്യാവിൻ്റെ ഭാര്യയായ ബാത്ശബ, ഷടാ, അത് ഈ പറഞ്ഞ പോലെ മരിച്ചുപോയ ആളല്ലേ, അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ ഇപ്പോൾ ഇരിപ്പുണ്ട്. അതങ്ങ് പേര് വെട്ടി ഇങ്ങോട്ട് ചേർത്തൂടെ? പറ്റത്തില്ല. ദൈവം ഇപ്പോഴും പറയുന്നത് അതിൽ കൂടെ ശലോമോനൊക്കെ വന്ന്, അതൊക്കെ ശരി, ശലോമോനൊക്കെ വരും. പക്ഷേ ദൈവം ഇപ്പോഴും പറയുന്നത് ആരാണ്? ദാവീദിൻ്റെ ഭാര്യ എന്ന് പറയുന്നില്ല, പകരം പറയുന്നത് എന്താണ്? ഊര്യാവിൻ്റെ ഭാര്യ. നാട്ടുകാർ മുഴുവൻ പറഞ്ഞാലും ദൈവം എന്ത് പറഞ്ഞും കൂടെ ഓർക്കണം, അല്ലേ? ഇതൊക്കെ ചിലപ്പോൾ ഈ ബൈബിളിലെ ചില തമാശ കേട്ടാൽ നമുക്ക് ചിരിച്ചു പോകും. എന്തൊക്കെ പറഞ്ഞാലും ഈ ദാവീദിനെ അവൻ്റെ കൂടെ ചേർത്ത് പറയുമ്പോഴൊക്കെ മറ്റേയാളുടെ പേരും കൂടെ ചേർത്ത് പറയും. ചിലപ്പോൾ ദാവീദിന് എന്തോന്നൊരു മേരി, ഇനിയെങ്കിലും അത് മാറ്റിക്കൂടെ? ഗസറ്റിൽ കൊടുത്തൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഗസറ്റിലെല്ലാം മാറ്റിയാലും സ്വർഗത്തിലെ ഗസറ്റിൽ ഇപ്പോഴും. പക്ഷേ ഈ പാർട്ടി, ഈ ബാത്ശബയെ, ഇൻട്രസ്റ്റിങ്, അതിനകത്ത് ഏറ്റവും വലിയ രസമുണ്ട്. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. അവർ ലൈഫ്സ് വിൽ നോട്ട് ഓൾവേസ് ഗോ അക്കോർഡിംഗ് ടു അവർ പ്ലാൻസ്, അല്ലേ? ആ ബാത്ശബയ്ക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, അവൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു, അവൾക്കൊരു ഭർത്താവ് പട്ടാളക്കാരനാണ്, അല്ലേ? ഇയാൾ യുദ്ധത്തിന് പോകുമ്പോഴൊക്കെ പ്രാർത്ഥനയോടെ ഈ പറഞ്ഞ പോലെ അവിടെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയാണ്. അവനെപ്പോഴാണ് വെക്കേഷന് വരുന്നത്, യുദ്ധം കഴിഞ്ഞ് വരുന്നത് നോക്കിയിരിക്കുന്നൊരു ഭാര്യയാണ്. പക്ഷേ പെട്ടെന്നാണ് ഒരു ദിവസം അവളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു പോയി. അത് അവളുടെ കുറ്റമല്ല എന്ന് ഓർക്കണം, അല്ലേ? അവൾ വീട്ടിൽ മര്യാദയ്ക്ക് ഇരിക്കുമ്പം കൊട്ടാരത്തിൽ നിന്ന് ആൾ വന്ന് ഇവളെ അങ്ങ് കൊണ്ടുപോവാണ്. ശരിക്കും പറഞ്ഞാൽ അവളുടെ പ്ലാൻ അല്ലായിരുന്നു. പിന്നീട് മുന്നോട്ട് നടന്ന കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് സർക്കംസ്റ്റൻസസ് വിൽ അറൈവ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കും. പെട്ടെന്ന് അവളുടെ ഭർത്താവ് ഏതാണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. പക്ഷേ അവിടെയെല്ലാം ഗോഡ് വാസ് സോവറൻലി ആൻഡ് കോൺസ്റ്റൻ്റ്ലി വർക്കിംഗ് ത്രൂ ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ദൈവം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്താണ് ദൈവപ്രവൃത്തി? He was working to bring about the plans that are bigger than ours. നമുക്ക് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയെക്കാട്ടിലും വലിയ പദ്ധതികളാണ്. എത്ര പേര് അതിനൊരു ആമേൻ പറയും? എത്ര പേര് അത് വിശ്വസിക്കുന്നു? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് ഒക്കെ നമുക്ക് പദ്ധതികളുണ്ട്. പക്ഷേ ഓർത്തോണം, നമുക്ക് നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചോ, നമ്മുടെ ഭവനത്തെക്കുറിച്ചോ, നമ്മുടെ ഭാവിയെക്കുറിച്ചോ, മക്കളെക്കുറിച്ചോ ഉള്ള പദ്ധതികളെക്കാട്ടിലും വലുതാണ് എൻ്റെ ദൈവത്തിന്. എത്ര പേർക്ക് അതിനൊരു ആമേൻ പറയാൻ കഴിയും? ബാത്ശബയുടെ പദ്ധതി, അവളുടെ പ്ലാനൊക്കെ ചെറുതായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതും വന്നു. എങ്ങനെ? ദാവീദിൻ്റെ കൂടെ കൊട്ടാരത്തിൽ വന്നു. പിന്നീട് യേശുവിൻ്റെ വംശാവലിയിൽ അവളുടെ പേരും വന്നു. ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് സർക്കംസ്റ്റൻസ്, ഞാൻ രാവിലത്തെ സർവീസിൽ പറയായിരുന്നു, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം, ഒരു സംഭവം നിങ്ങളുടെ കുടുംബജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഉണ്ടായെന്നിരിക്കട്ടെ.
നിങ്ങളെന്നും അതോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഞാൻ രാവിലെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. മേ ബി എ ഡിവോഴ്സ്, ഒരു വിവാഹമോചനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അതുണ്ടാകാമായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അത് തെറ്റല്ലയോ? തെറ്റ് തന്നെ. ശരി, അപ്രതീക്ഷിതമായി ഒരു കുടുംബജീവിതത്തിൽ ഒരു പിരിഞ്ഞു പോയി. ഞാൻ ചോദിക്കട്ടെ, എത്ര നാൾ അതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും? ഇന്ന് ഞാൻ അനേക കുടുംബങ്ങളിലേക്ക് ഞാൻ അടുത്ത് അറിഞ്ഞു വരുമ്പം എന്നോ നടന്ന ഒരു കാര്യത്തിൽ ദുഃഖിച്ച് അതിൻ്റെ കുറ്റബോധവും അപമാനവും പേറി ഇങ്ങനൊരു ജീവിതം കഴിക്കുന്നവരെയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. ഇവിടെ ഓർക്കണം, യു ഹാഡ് പ്ലാൻസ് ഫോർ യു, ബട്ട് അൺഎക്സ്പെക്റ്റഡ് സർക്കംസ്റ്റൻസസ് എന്ത് ചെയ്തു? അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാര്യങ്ങളെല്ലാം തകിടം മറിച്ചു. പക്ഷേ അവിടെ നിങ്ങളൊന്ന് ഓർക്കണം, ദൈവത്തിനൊരു വലിയ പദ്ധതി നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്നു. ആ പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ ഒരുക്കുക. ഇതിൽ കൂടുതൽ എനിക്ക് ആവേശത്തോടെ പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ വലിയ ആവേശമില്ലാതെ ഇത് പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം നിറയുക. നമ്മുടെ എല്ലാം ജീവിതം എടുത്ത് നോക്കിയാൽ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാവാം. പക്ഷേ അത് ഓർത്ത് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്. അതിലൂടെയും ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നത്, തള്ളിക്കളഞ്ഞെടുത്ത് കല്ല് മൂലക്കല്ലാക്കുന്ന ദൈവത്തിൻ്റെ ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതൊക്കെ ദൈവം അനുവദിച്ചത്. എത്ര പേര് അത് മനസ്സിലായി? ഞാനെപ്പോഴും എന്തെങ്കിലുമൊക്കെ സംഭവം പറയുമ്പോൾ എൻ്റെ ജീവിതം സാക്ഷ്യമായിട്ട് ചേർത്ത് പറയാറുണ്ട്. ഞാനത് ഒത്തിരി ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെക്കൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ എനിക്ക് പുറകോട്ട് എന്നെ ചിന്തിപ്പിക്കുന്നു. ഒന്നുമല്ല, ദൈവം എന്നോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷെ അന്ന് എനിക്കത് കേട്ടിട്ട് ഒന്നും തോന്നിയിരുന്നില്ല. സത്യം ഞാൻ തുറന്നു പറയാം, ചിലതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നു പോലുമില്ല. ഇങ്ങനെ ഓരോരുത്തരും ഒന്ന് ദൈവം പറഞ്ഞൊന്ന് പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങൾ പറയും. പിന്നെ ചിലരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാനത് കുറിച്ചുമൊക്കെ വയ്ക്കും. ഇപ്പം എൻ്റെ ഐപാഡ് എടുത്ത് നോക്കിയാൽ തന്നെ ദൈവത്തിൻ്റെ ഒത്തിരി പ്രോമിസസ് പല കാലങ്ങളിൽ പലർ പറഞ്ഞത് ഇതിനകത്തിരിപ്പുണ്ട്. 2014 ഒരു വലിയ പ്രയാസത്തിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പം തമിഴ്നാട്ടിലുള്ളൊരു ദൈവദാസൻ, അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അദ്ദേഹം ഒരു ബിൽഡറുമാണ്, അദ്ദേഹം എഞ്ചിനീയറുമാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ, ദ ലോർഡ് ഈസ് ആസ്കിങ് മീ ടു കം ആൻഡ് സ്റ്റേ വിത്ത് യു ഫോർ എ ഡേ ആൻഡ് സ്പെൻഡ് സം ടൈം വിത്ത് യു. ഐ സെഡ് കം ബ്രദർ. അന്ന് ഈ പറഞ്ഞാൽ ഞാൻ വളരെ നിരാശപ്പെട്ട് വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥ. അദ്ദേഹം വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ മുറിയെടുത്ത് അദ്ദേഹം താമസിച്ചു. രാവിലെ വന്ന് എൻ്റെ കൂടെ വന്ന് ഉച്ചവരെ എൻ്റെ കൂടെ വന്നിരുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങൾ എടുത്ത് മാറിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം എന്നോട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. നമ്മൾ ഓക്കെ. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, വേണ്ട കുറിച്ചിടുങ്ക ബ്രദർ. നമ്മൾ ഓക്കെ. ഞാൻ പിന്നെ കുറിക്കാൻ തുടങ്ങി. ഈ കുറിക്കുമ്പോഴൊന്നും എനിക്ക് ഒന്നും തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒന്നും തോന്നിയിരുന്നില്ല. പക്ഷെ വളരെ യാദൃച്ഛികമായിട്ട് ഞാൻ 2-3 ദിവസം മുമ്പ് ഞാനിങ്ങനെ എന്തിനോ മറിച്ച് നോക്കിയപ്പം 2014 ഡേറ്റ് വരെ ഇട്ടിട്ടുണ്ട്. അന്ന് ആ മനുഷ്യനിലൂടെ ദൈവം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ച് വായിച്ചപ്പം കണ്ണ് നിറഞ്ഞു പോയി. ദൈവമേ, അതൊക്കെ സംഭവിച്ചിരിക്കുന്നു. അന്നത് എഴുതിയപ്പോൾ ഞാൻ വിശ്വസിച്ചേയില്ല. 2008 ഇതേപോലെ ഞങ്ങൾ കുറച്ച് ലീഡേഴ്സായിട്ടുള്ള കുറച്ച് ദേവദാസന്മാർ ട്രിവാൻഡ്രത്ത് ഞങ്ങളൊന്ന് ചർച്ചിൻ്റെ മേളത്തെ ഒരു പ്രെയർ റൂമിലിരുന്ന് ഞങ്ങൾ വട്ടത്തിനിരുന്ന് ഉച്ചവരെ ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ എല്ലാം ഒടുവിൽ പിരിയാൻ പോവാം. ഉച്ചയ്ക്ക് ചോറിന് പിരിയാൻ പോകുന്നതിന് മുമ്പായിട്ട് അതിൽ എൻ്റെ സ്നേഹിതനായ ഒരു പാസ്റ്റർ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ട്രിവാൻഡ്രത്തുകാരനല്ല, അദ്ദേഹം പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് പാസ്റ്ററോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയാൻ പറയുന്നു. ഞാൻ പറയണം. അദ്ദേഹം ചൂണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ ചിരിയാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഈ സാറ ചിരിച്ചു എന്നുള്ളത് എനിക്ക് നല്ലവണ്ണം മനസ്സിലാവും. കാര്യം അന്നേ ദിവസം ഞാൻ സാറായെ വെല്ലുന്ന ഒരു ചിരി ചിരിച്ചു. കാര്യം അത് ശുശ്രൂഷയെ സംബന്ധിച്ചൊരു കാര്യമല്ല, വേറൊന്നുമല്ല. പക്ഷെ അന്ന് എൻ്റെ ശുശ്രൂഷയെ പറ്റിയൊരു കാര്യം ആ ദൈവമനുഷ്യൻ പറഞ്ഞപ്പം എനിക്ക് ഒട്ടും വിശ്വാസം വന്നില്ല. കാരണം എൻ്റെ മനസ്സ് പറഞ്ഞ് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നത്, അങ്ങനെയൊന്നും അതിനുള്ളൊരു കഴിവും എനിക്കില്ല, അങ്ങനെയുള്ള ആളുമല്ല, എനിക്കത് ഇല്ല. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച ഈ 2 സംഭവം ദൈവം എന്നെ ഓർപ്പിച്ചു. എന്നിട്ട് പുറകോട്ട് ചിന്തിപ്പിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ എങ്ങനെയുണ്ട്? അതൊക്കെ സംഭവിക്കുന്നുണ്ടോ? ഞാൻ ഇതാ പറയുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരിക്കും, അല്ലെങ്കിൽ മുഴുവൻ നിരാശപ്പെട്ട് തകർന്നിരിക്കുമ്പം ദൈവം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അത് അഗണ്യമാക്കണ്ട, അതിനെ അവഗണിക്കണ്ട. അതെവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചേരെ. അത് പിന്നീട് ഒരു ദിവസം നമുക്ക് ഓർത്ത് അത് കണ്ട്
ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ അധികം വിശ്വസിക്കാനും ദൈവം ഇടയാക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഒരു ചെറിയ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ? നടക്കും. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാനിത് ദൈവനാമം മഹത്വത്തിനായിട്ട് പറയുക. ഒരുപക്ഷെ നമ്മളെ ചുറ്റുമുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്നില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ ഡിഗ്രിയും പാസ്സാവാതെ ജോലിയില്ലാതെ നാടൻ ഭാഷയെ പറഞ്ഞാൽ തെണ്ടിത്തിരിഞ്ഞ് നടന്നൊരു കാലമുണ്ട്. അന്നെൻ്റെ മാതാപിതാക്കൾ അവർ പാവം പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക, എന്തേലും ഇവനെന്നാ ഒരു കര പറ്റിയിട്ട് വേണം അവരുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ തീർക്കാൻ. അപ്പോൾ അമേരിക്കയിൽ നിന്നൊരു അച്ചായൻ വന്നു. അദ്ദേഹം അമേരിക്കയിൽ വലിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അമേരിക്കയിൽ വലിയ സ്ഥാനത്ത്. എൻ്റെ പിതാവിനെയൊക്കെ ഇങ്ങനെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം എയർപോർട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന്, ബേജ എന്തുണ്ട് വിശേഷം, മോനെന്താ എടുക്കുന്നു? ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ബികോം ജയിച്ചോ ഇല്ലയോ എന്ന് എനിക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഇരുന്നുകൊണ്ട് എൻ്റെ പിതാവിനോട് പറയാം, ഇത് ഞാൻ ദയവായി ഇത് എൻ്റെ ശരിയായ അർത്ഥത്തിൽ ഗ്രഹിച്ചെടുക്കണം. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ ഇപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ, അവനൊരു ഓട്ടോറിക്ഷ മേടിച്ചു ഓടിച്ചാൽ ചിലവിനുള്ള കാശ് കിട്ടത്തില്ലയോ? അപ്പോൾ പറഞ്ഞ് കിട്ടും. അതിപ്പോൾ ഓട്ടോറിക്ഷ വാങ്ങിക്കി അവിടെ കാശിരിക്കുന്നു. അത് പപ്പ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. എൻ്റെ പപ്പായ്ക്ക് അതൊരു വലിയ വിഷമമായിപ്പോയി. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ദോഷമായിട്ടോ മോശമായിട്ടോ ഒന്നുമല്ല. ആ പപ്പ പോയി കഴിഞ്ഞ് വന്ന് പറയാ, അയാളുടെ മക്കളൊക്കെ വലിയ സ്ഥാനത്തിരിക്കുന്നു, എടാ എൻ്റെ മോൻ ഓട്ടോറിക്ഷ ഓടിച്ച് ഇവിടെ കഴിഞ്ഞോണം. സാരമില്ല, ദൈവം ഓട്ടോറിക്ഷയാണ് ഓടിക്കാൻ വെച്ചിരിക്കുന്നെങ്കിൽ അതായിക്കോട്ടെ. പക്ഷെ എന്നാലും ആ മനുഷ്യൻ അങ്ങനെ നോക്കി പറഞ്ഞു കളഞ്ഞല്ലോ എന്നൊരു വിഷമം. 2023 ഞാൻ അമേരിക്കയിൽ പോയപ്പം ഈ മനുഷ്യനൊന്നും ലോകത്തില്ല. അദ്ദേഹത്തിൻ്റെ മക്കളുടെ എല്ലാം വീട്ടിൽ പോയി. ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനേക്കാളും കഷ്ടമാണ്. പക്ഷെ വലിയ കൊട്ടാരങ്ങളിലാണ്, വലിയ ലെക്സസിലൊക്കെയാണ് അവർ പോകുന്നത്. പക്ഷെ പലരുടെയും ജീവിതം അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് അടുത്ത തലമുറകൾ. ആ മനുഷ്യനൊരു ഭക്തനായിരുന്നു. പക്ഷേ കൊച്ചുമക്കളൊന്നും നല്ലൊരു പങ്കും ഇന്ന് ദൈവവഴി പോലും ഇല്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ അങ്ങനെയൊക്കെ അദ്ദേഹം ഉറക്കെ അങ്ങ് പറഞ്ഞിട്ട് പോയപ്പോൾ എൻ്റെ മനസ്സിലും അങ്ങ് കിട്ടിയൊരു മെസ്സേജ്, ദൈവം ഒരു ഓട്ടോറിക്ഷയെങ്കിലും മേടിച്ച് കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും ഓടിച്ചുകൊണ്ട് നടക്കാമായിരുന്നു എന്നായിരുന്നു സത്യം. എനിക്ക് ഓട്ടോറിക്ഷ ഓടിക്കാനൊരു വലിയ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ഓട്ടോറിക്ഷ ഓടിക്കാനല്ല എന്നെ വെച്ചത്. ഞാനിതുപോലെ നമ്മളെ പലരും നമ്മുടെ മക്കളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പലരും ചില പ്രവചനമൊക്കെ നടത്തും. പക്ഷെ അവർ പറയുന്ന പ്രവചനമല്ല നിറവേറേണ്ടത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളുണ്ട്, അത് നിറവേറണം. അതെത്ര ഒരു വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, അതെത്ര ഒരു വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാണ് നമുക്ക് വരേണ്ടത് പ്രിയപ്പെട്ടവരെ. ഇതിനിടയ്ക്ക് പലതും അപ്രതീക്ഷിതമായ പലതും ഒക്കെ സംഭവിക്കും. അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട. അതെല്ലാം ഈ പറഞ്ഞല്ലോ ഓരോ സീസണിൽ ദൈവം അനുവദിച്ചു. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ നിറവേറുകയുള്ളൂ. അവിടെ 5-ാമത്തെ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞേക്കാം. അതാരായിരുന്നറിയാമോ? ദി അൺലൈക്ലി ഗേൾ മേരി, മറിയ. അപ്പോൾ ചോദിക്കും, മറിയയ്ക്ക് എന്തായിരുന്നു കുഴപ്പം? മറിയയ്ക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലായിരുന്നു. മറിയ ഒരു കന്യകയായിരുന്നു, അല്ലേ? വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവളായിരുന്നു, കാര്യമൊക്കെ ശരി. പക്ഷെ പെട്ടെന്ന് അവൾ വിവാഹം നിശ്ചയം ചെയ്ത് അവളിങ്ങനെ യോസേഫുമായിട്ട് ഇങ്ങനെ SMS അയച്ചുകൊണ്ടിരിക്കുകയല്ല, എന്താണ് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദൂതം വന്ന് ഇടയ്ക്ക് നീ വീഡിയോ കോളൊക്കെ മാറ്റി വയ്ക്കും, പിന്നെ നീ ഗർഭിണി ആണ് കേട്ടോ, അത് സംഗതി ഇങ്ങനെയാണ്. അവളുടെ സ്വപ്നങ്ങളും പോയി, അവളുടെ പ്രതീക്ഷകളും പോയി, അവളുടെ ജീവിതം. അവൾ നല്ല സത്യം പറഞ്ഞാൽ ആലോചിക്കേ, അവളിങ്ങനെ ബ്യൂട്ടി പാർലറൊക്കെ കയറി മൈലാഞ്ചിയൊക്കെ ഇട്ട് അവളിങ്ങനെ ഈ പറഞ്ഞ പോലെ അല്ലേ കല്യാണത്തിന് വേണ്ടി അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഓക്കാനവും ചെറുതലും ബഹളും. അത് ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ പോലെ ഒന്നുമല്ല. ഒരു ഓക്കാനം അങ്ങോട്ട് ഓക്കാനിച്ചാൽ ആ ഗ്രാമം മുഴുവൻ അറിയും. ഒരിക്കലും കാണാൻ വല്ല വയറ്റിന് പിടിക്കാത്തയാണെന്ന് പറയും. ഇത് നേരം വെളുത്ത് ഇതാണ് പരിപാടി. അവസാനം മറച്ചു വയ്ക്കാൻ വയ്യ. അക്കമ്പക്കത്തുള്ള എല്ലാ പെണ്ണുങ്ങളും അറിഞ്ഞു. അവരെല്ലാം അത്യാവശ്യം ന്യൂസ് കൊടുത്തു. കിണറ്റി വെള്ളം കോരാൻ വരുന്ന പെണ്ണുങ്ങൾക്കൊക്കെ സ്ഥിരം കഥയായി. ആരാണ് അവരുടെയൊക്കെ കഥാപാത്രം? ഇപ്പോൾ ആരാണ്? മറിയ. അറിഞ്ഞാ എത്രയായി? മറിയയ്ക്ക് വയറ് വലുതായി വരുന്തോറും
നിന്ന, ദൂഷി, പഴി, അല്ലേ? പഴി ദൂഷി നിന്നാഞ്ഞേര്. ഓരോ മാസം കഴിയുന്തോറും മറിയയ്ക്ക് പഴി ദൂഷി നിന്ന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെ ഓർത്തോണം, ദ ഷെയിം that she faced daily, the scorn, what others assumed about her. അവളെക്കുറിച്ച് മറ്റുള്ളവരിങ്ങനെ അസ്യൂം ചെയ്ത് ഓരോ കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവളുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യങ്ങളെ അല്ല. ഇവളെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നുള്ളത് അവൾക്ക് അറിയാനും കഴിയുന്നില്ല. അറിഞ്ഞിട്ടും അവൾക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അവൾക്കൊരു കാര്യം അറിയാം. സ്വപ്നത്തിൽ ദൂതൻ എൻ്റെ മുറിയിൽ വന്ന് എന്നോട് സംസാരിച്ചു, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം, അവൻ ലോകത്തിലെ സകല മനുഷ്യരെയും തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനുള്ള രക്ഷകനാണ്, മെശിഹയാണ്. ആ വാഗ്ദത്തവൾക്കുണ്ട്. അത് പറയാൻ പറ്റുമോ നടന്ന എല്ലായിടത്തും? ഇതാ നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തം ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷെ തുറന്നു നടക്കുന്നതൊന്നും ഈ വാഗ്ദത്തവുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കത്തില്ല. ഇതിന് നേർ വിപരീതമായ കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. പക്ഷെ അവിടെയും നമ്മൾ നോക്കേണ്ടത് ചുറ്റും എന്ത് സംഭവിക്കുന്നു, ഇപ്പോഴെനിക്ക് എന്ത് ആണ് എൻ്റെ അനുഭവം എന്നുള്ളതല്ല. ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തതെന്ത്, അതായിരിക്കണം നമ്മുടെ മനസ്സിൽ പ്രിയപ്പെട്ടവരെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മെശിഹ വന്ന ആ വംശാവലിയിൽ എ ലൈൻ ഓഫ് ബ്രോക്കൺ പീപ്പിൾ, തകർക്കപ്പെട്ട ചില വ്യക്തികൾ വിത്ത് ബ്രോക്കൺ സ്റ്റോറീസ്. എന്താണ്? ചില തകർച്ചയുടെ കഥകളാണ്. പക്ഷേ അവിടെയൊക്കെയാണ് ഞാനെപ്പോഴും പറയാറുണ്ട്, ഷെയിം സ്റ്റോറീസ്. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഷെയിം എന്ന് പറഞ്ഞാൽ അപമാനം, അല്ലേ? അപമാനത്തിൻ്റെ കഥകൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇവിടെ നിങ്ങളെല്ലാം മാന്യന്മാരാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് അപമാനത്തിൻ്റെ കഥകൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ പഠിക്കുന്ന കാലത്തും സ്കൂളിലും കോളേജിലും എന്തിനാ ഞങ്ങളുടെ കുടുംബജീവിതത്തിലുമൊക്കെ അപമാനത്തിൻ്റെ ഒരുപാട് കഥകളുണ്ട്. അപമാനിക്കപ്പെട്ടതിൻ്റെ ഒരുപാട് കഥകൾ എനിക്കും പറയാനുണ്ട്. പക്ഷേ അതോർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ തയ്യാറല്ല. കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ഷെയിം സ്റ്റോറീസ് ക്യാൻ സ്റ്റേ ഷെയിം സ്റ്റോറീസ് ഇഫ് ദേ ആർ ഇൻ ദ ഡാർക്ക്. ഈ അപമാനത്തിൻ്റെ കഥകളായിട്ട് തന്നെ ഇരിക്കും അത് ഇരുട്ടത്ത് വെച്ചുകൊണ്ടിരുന്നാൽ. വെറാസ് വെൻ ദേ ആർ ബ്രോട്ട് അപ്പ് ഇൻ ദ ലൈറ്റ് ദേ ക്യാൻ ബി ഗ്രേസ് സ്റ്റോറീസ്. അത് കൃപയുടെ കഥകളായിട്ട് മാറും. എത്ര പേർക്കത് മനസ്സിലായി? നിങ്ങൾക്കത് അപമാനത്തിൻ്റെ കഥയാണോ നിങ്ങൾക്ക് വേണ്ടിയത്, അതോ കൃപയുടെ കഥയാണോ വേണ്ടിയത്? ഒരുപക്ഷെ നിങ്ങൾക്കിന്ന് പറയാനുള്ള അപമാനത്തിൻ്റെ കഥയായിരിക്കും, പക്ഷേ അത് ദൈവം കൃപയുടെ കഥകളായിട്ട് മാറ്റിയെടുക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് എത്ര പേരിന്ന് വിശ്വസിക്കും? You may rather hide the things that happened in the past. You are afraid to bring it into the light. അത് ഈ വെട്ടത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക്, അയ്യോ നിങ്ങൾക്കിപ്പോൾ എന്നെ ഒരു വിലയുണ്ട്, ഞാൻ അതും കൂടെ അങ്ങ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുള്ള വില എന്നേക്കുമായിട്ട് പോയി കിട്ടും. മേ ബി മെനി സ്റ്റോറീസ് ആർ വെരി മെസ്സി ആൻഡ് അൺകംഫർട്ടബിൾ. അത് പറയാനും കൊള്ളത്തില്ല, അത് കേട്ടിരിക്കാനും കൊള്ളത്തില്ല. അത്രയ്ക്ക് നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ നാറ്റക്കേസാണ്. അതാണ് മെസ്സി എന്ന് പറയുന്നത്. യേശു താൻ ജനിച്ച് വന്ന് പിള്ളേരോടെ കളിക്കാൻ തുടങ്ങിയപ്പം അവിടെ പിള്ളേർ വരെ കളിയാക്കുന്ന, തച്ചൻ്റെ മോനെ. താൻ എവിടെയാ ജനിച്ച് വളർന്നു വരുന്നത്? ജനിച്ചത് ബെത്ലഹേമിൽ, വളർന്നത് എവിടെയാ? നസറേത്ത്. എന്താ ആ നാടിനെ പറ്റിയുള്ള നല്ല പേരുണ്ട്. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നിങ്ങളെപ്പറ്റി ഇതായിരിക്കും പറയുന്നത്, വല്ല നന്മയും വരുമോ? ഇനി അങ്ങനെ ഒരുപാട് അപമാനം സഹിച്ച ആ യേശു ബാലനും വളരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ നിന്ന, പരിഹാസം, ദുഷി, വേദന, മുറിവ്, ഒറ്റപ്പെടൽ, ബിട്രയൽ, ഡിനായൽ, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ അനുഭവിക്കാതിൻ്റെ മുഴുവൻ അനുഭവിച്ച് കഴിഞ്ഞ ശേഷം, അവസാനത്തെ തുള്ളി ചോരയും കൊടുത്ത ശേഷം താൻ കണ്ണടച്ചു. അവനന്ന് കണ്ണടച്ചത് കാരണം നമ്മുടെ കണ്ണ് തുറന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാനിങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാറുണ്ട്, കുറിക്കേണ്ടവർ വേണേൽ കുറിച്ചോ. അതേഴ്സ് ക്യാൻ ഫൈൻഡ് ഹീലിംഗ് ഇൻ യുവർ വൂൺസ്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മുറിവിലൂടെ സൗഖ്യം വരും. എൻ്റെ ചോദ്യം, ആർ യു ഹേർട്ട്? ആർ യു വൂണ്ടഡ്? നിങ്ങൾ ആ മുറിവും ഇങ്ങനെ,
പറഞ്ഞ് ഇങ്ങനെ സിമ്പതി അല്ലെങ്കിൽ സെൽഫ് പിറ്റി ഇതും ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് നിർത്തിക്കൊള്ളുക. ലെറ്റ് ദാറ്റ് ബി എ പ്ലേസ് ഓഫ് ഹീലിംഗ്. നിങ്ങളുടെ ആ മുറിവ് മറ്റനേകർക്ക് ആശ്വാസത്തിന് കാരണമായിട്ട് മാറും. എൻ്റെ യേശുവിൻ്റെ ശരീരത്തിലെ സകല മുറിവുകളും കാരണം നമുക്ക് സൗഖ്യം കിട്ടി. ശരിയല്ലേ? ഞാൻ നിങ്ങളിന്നിവിടെ സൗഖ്യത്തോടെ ഇരിക്കുന്നതിന് കാരണം ആ യേശുവിൻ്റെ ശരീരത്തിലുണ്ടായ മുറിവുകളാണ്. നമ്മുടെ ജീവിതത്തിലും ചില മുറിവുകൾ ദൈവം അനുവദിക്കും. പക്ഷെ ആ മുറിവുകൾ എന്തിനാണ്? നമ്മളെ മുറിക്കാനല്ലായിരുന്നു, അനേകരെ സൗഖ്യമാക്കുവാനായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നുപോയ അവസ്ഥകൾ എന്ത് തന്നെയാണെങ്കിലും. ഇന്ന് രാവിലത്തെ ഇംഗ്ലീഷ് സർവീസിൽ ഇവിടെ ഒരു ഓൾട്ടർ കോൾ കൊടുത്തു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലർ എഴുന്നേറ്റ് നിന്ന് സമർപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ മുമ്പിലിരുന്ന് കേൾക്കുന്ന നിങ്ങളായാലും ശരി, ഞങ്ങളെ ദൂരത്തിരുന്ന് കേൾക്കുന്നവരായാലും ശരി, നിങ്ങളുടെ ജീവിതം ഇസ് ഇറ്റ് മെസ്സി? ഒരു നാറ്റക്കേസായിരുന്നോ നിങ്ങളുടെ ജീവിതം ഇതുവരെ? ആയിക്കോട്ടെ. പക്ഷേ ഗോഡ് ഹാഡ് എ പ്ലാൻ. നിങ്ങളെ നാറ്റിയതിലും നിങ്ങളെ ആ നാറ്റ വഴി കൂടെ കടത്തി വിട്ടതിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ പറഞ്ഞു, ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വിലാപത്തിൻ്റെ ഒരു കഥയായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത്. JB പീറ്റർ എഴുതിയ മനോഹരമായൊരു പാട്ടുണ്ടല്ലോ, ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നെ യേശു. ഈ പാട്ട് തമിഴിലൊന്ന് പാടാൻ ഞാൻ അലോഷനയോട് പറയാം. തമിഴിൽ എന്ത് പാട്ട് പാട്, മുന്നോട്ട് കയറി കമ്മയാ. ആ പാട്ട് പാടുന്ന സമയം നിങ്ങൾ ആരും അവളെ നോക്കരുത്, എല്ലാവരും കണ്ണടച്ചിരിക്കുക. ആ പാട്ടൊന്ന് ധ്യാനിക്കുക. ആ പാട്ടൊന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യത്യസ്തമായ തരത്തിൽ നിങ്ങളുടെ ആത്മാക്കളോട് ഇടപെടുന്നൊരു സമയമാണ്. കണ്ണടയ്ക്കുക, എല്ലാവരും കണ്ണടച്ച് ആ വരികൾ മാത്രം ശ്രദ്ധിക്കുക. ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം, മങ്ങിയെരിയുന്ന തിരി, കരിന്തിരി കത്തി അവിടെ എല്ലാം പുകയും ഒക്കെ ആകുമ്പം ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്നൊരു വലിയ ഉപകാരം അതിനെ അങ്ങ് ഊതി
കെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ദൈവം മാത്രം എന്നെ ഊതിക്കെടുത്തുന്ന ദൈവമല്ല. ആ കരിഞ്ഞ് കത്തുന്ന ആ തിരിയെ ഊതി കത്തിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. എങ്കിൽ ആരുടെയെങ്കിലും ജീവിതം കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ എല്ലാവരും നിങ്ങളെ കൈവിട്ടു ചിന്തിക്കുന്നു, എല്ലാവരും നിങ്ങളെ തള്ളി. പക്ഷെ എല്ലാവരും തള്ളിയ നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന മൂലക്കല്ലായി തീരണമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ഉച്ച സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, മോനെ മോളെ, എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. നീ കടന്നുപോയതൊന്നും യാദൃച്ഛികമായിട്ടല്ല. പലപ്പോഴും നിന്റെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ പഴിച്ച് ശപിച്ചുകൊണ്ട് എന്നും കുറ്റബോധത്തോടുകൂടിയും അപമാനത്തോടു കൂടിയും നീ ഇരിക്കുന്നു. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അത് നിന്റെ കുറ്റമല്ലായിരുന്നു. അവിടെയും എൻ്റെ കരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവിടെയും എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ളത് നീ അറിയാതെ ഇരുന്നപ്പോഴും എൻ്റെ കരം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഞാൻ ചിലത് അനുവദിച്ചതാണ് നിൻ്റെ ജീവിതത്തിൽ. ഞാൻ അനുവദിച്ചതൊരു പദ്ധതിക്ക് വേണ്ടിയാണ്. എന്താ പദ്ധതി? എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം കൂടി വ്യാപരിക്കാൻ പോകുന്നു. തള്ളിക്കളഞ്ഞ കല്ലായി നിന്നെ മൂലക്കല്ലായി തീർക്കണമെന്നുള്ളത് എൻ്റെ പദ്ധതിയാണ്, അത് മനുഷ്യൻ്റെ പദ്ധതിയല്ല. അങ്ങനെയെങ്കിൽ കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന് മുമ്പിൽ എനിക്കൊന്നും പറയാനില്ല. ഇതാ ഞാൻ എന്നെ തന്നെ ആ കരത്തിലേക്ക് ഞാൻ വെച്ച് തരുന്നപ്പാ. ആ പാദം ഞാൻ കെട്ടിപ്പിടിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെട്ടു എന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ മാത്രം ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ സമർപ്പിച്ചാട്ട്. അങ്ങൻ്റെ സ്വന്തമാണ്, അങ്ങൻ്റേത് മാത്രമാണ്. എനിക്ക് നീറുന്ന വേളകളിലും കർത്താവ് ആഴിയുടെ ആഴത്തിലും എനിക്ക് ആലംബമായി വേറെ ആരുമില്ല, ഒന്നുമില്ല, അങ്ങ് മാത്രമേ ഉള്ളപ്പാ എന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ സന്നിധിയിലോട്ടൊന്ന് സമർപ്പിച്ചാട്ട്. എല്ലാവരും സമർപ്പിച്ചാട്ട്. വായി തുറന്ന് ഞങ്ങളെ ദൂരെ കേൾക്കുന്നവരെല്ലാവരും ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട്, കർത്താവേ, അങ്ങ് മാത്രം എനിക്ക് സ്വന്തം, മറ്റാരും എനിക്കില്ലപ്പാ. അങ്ങയുടെ സന്നിധിയിലേക്ക് വന്ന് അങ്ങയുടെ കരത്തിലേക്ക് എന്നെ ഞാൻ സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് അങ്ങയുടെ പാദത്തിൽ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരുവാനായി എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാം. എല്ലാവരും ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കുക, സ്തോത്രം. അങ്ങ് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ട കർത്താവ് നിരാശയോടെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് പറഞ്ഞ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് വന്നവർ, അവരോട് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതിനായിട്ട് നന്ദി. കർത്താവെ, അവരെ പിശാച് പലപ്പോഴും അവരെ അധൈര്യപ്പെടുത്തും, ഇനി അവരെ സംശയിപ്പിക്കും, അവരെ ഭയപ്പെടുത്തും. അവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാല സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.